അടിപൊളി ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ബർഗർ നല്ല ടേസ്റ്റിയാണ്. അതേപോലെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിക്കാട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാ മീറ്റാട്ടോ എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത നോക്കിയിട്ട് മീറ്റ് മാത്രം എടുക്കാൻ നോക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് ബ്ലെൻഡ് ആക്കിയിട്ട് എടുത്തിട്ട് വരണം. ഒന്ന് പൾസിൽ ഇട്ടിട്ട് ബ്ലെൻഡ് ആക്കിയാൽ മതി കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടും ചിക്കനിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കാൻ നോക്കുക. വെള്ളം ഉണ്ടാകുന്ന ടൈം നമ്മുടെ പാറ്റീസ് ഉണ്ടാക്കുന്ന ടെക്സ്ചറേ അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ചിക്കന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒന്ന് പൾസിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കേണ്ട. അതും അതേപോലെ തന്നെ പാറ്റീസ് ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ. പിന്നെ ഒരു ജാറിലേക്ക് ഒരു ഉള്ളിയുടെ ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. അതേപോലെ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. 4 വറ്റൽമുളക് ചെറിയതായാണ് കേട്ടോ, 4 എടുത്തിന്. വലിയ വറ്റൽമുളകാണെങ്കിൽ 2 മതി. പിന്നെ 1 ടീസ്പൂൺ സോയ സോസും ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഒരു കോഴിമുട്ടയും. ഒരു വലിയ കോഴിമുട്ടയാണെങ്കിൽ നിങ്ങൾ അരഭാഗം എടുക്കുക. ഞാനിപ്പോൾ ഒരു കുഞ്ഞി കോഴിമുട്ട ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഒന്നായിട്ട് മുഴുവനായിട്ട് എടുത്തത്. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരിക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മിക്സിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇതൊരു ലൂസായിട്ടുള്ള ടെക്സ്ചറിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഒരു മിക്സി ജാറിൽ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ മിക്സില്ല, അതിലേക്ക് ഈ ബ്രെഡ് ക്രംസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഉരുട്ടി പരത്താൻ പറ്റുന്ന രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമുക്ക് നോക്കിയിട്ട് ബ്രെഡ് ക്രംസ് ചേർത്താൽ മതി. ഇപ്പോൾ എനിക്ക് 4 ബ്രെഡൊന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഒരു 2 ബ്രെഡ് ആവശ്യം വന്നിട്ടുണ്ട്. ഇതാ കണ്ട ബാക്കിയായിട്ടുണ്ട്. അത് മാറ്റി വെക്കുക. അത് ആവശ്യം വരും. അത് കളയൊന്നും വേണ്ട, അതങ്ങൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പാറ്റീസായിട്ട് പരത്തിയെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചറിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതാ നമ്മൾ ഉരുട്ടിയെടുക്കുന്നുണ്ട്. റൗണ്ടിലായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാറ്റീസ് ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മുടെ ബണ്ണിൻ്റെ വലിപ്പമില്ല, അതിനനുസരിച്ചിട്ട് ഈ പാറ്റീസും അതേ വലിപ്പത്തിൽ ചെയ്യാൻ നോക്കാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഞാൻ കുറച്ചൊന്ന് തിക്നെസ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തിക്നെസ്സിൽ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, ഇത് കുറച്ച് ഹെവി ആയിരിക്കും. പിന്നെ കാണാനും നല്ല ലുക്ക് ഉണ്ടാവും. അതേപോലെ നല്ല ടേസ്റ്റി ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഇത്ര തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് തിക്നെസ് കുറച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു നോർമൽ വാട്ടർ തന്നെ യൂസ് ആക്കുന്നത്. അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അത് കുറച്ചുകൂടി എളുപ്പമാവും. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇനിയിത് ഈ പാറ്റീസ് ഈ ഒരു മൈദ മിക്സിലേക്ക് മുക്കിയിട്ട് ആ ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഈ ഒരു മൈദ മിക്സിൽ മുക്കുന്നതിന് കൈ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ടാട്ടോ ഞാൻ ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് കൈ വെക്കുന്നത്. എന്താ വെച്ചാൽ ഡ്രൈ അല്ലാത്ത കൈ നമ്മൾ യൂസ് ആക്കുന്ന ടൈം
ബ്രെഡ് ക്രംസ് ആകെ കുഴഞ്ഞ ഒരു പരുവത്തിലാവും. അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. കുറച്ചാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേങ്കിൽ കുറേ ഉള്ള ടൈമിൽ അതൊരു നമുക്ക് ബ്രെഡ് ക്രംസ് വെറുതെ വേസ്റ്റായി പോകുന്ന പോലെ തോന്നും. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഒരു കൈ വെച്ചിട്ട് മൈദ മിക്സിലേക്ക് മുക്കിയതും അതേപോലെ മറ്റേ കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസിലേക്കും ചേർത്ത് അങ്ങനെയൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ 4 എണ്ണം ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ കുറേ ചെയ്യുന്നവർക്ക് അങ്ങനെയൊന്ന് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഇത് ഓരോന്നായിട്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ചൂടായ ഓയിലിലേക്ക് ഈ പാറ്റീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാലുള്ള പ്രശ്നം പുറം മാത്രം ഒന്ന് കുക്കായിട്ട് ഉള്ളിൽ വേവാതെയായി പോവും. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ട് കുക്ക് ചെയ്യണം. ഇത് ഫുൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം. അതിന് കുറച്ചൊരു ടൈം എടുക്കും. അധികം നേരമില്ല, എന്തായാലും ഒരു 20 മിനിറ്റോളം സമയം എടുക്കുന്നുണ്ട് ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പാറ്റീസ് കഴിക്കാൻ തന്നെ നല്ല ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ, നമ്മൾ ഫ്രഷായ ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെജീസ് കട്ട് ചെയ്യാം. ഇത് ഞാനൊരു ഉള്ളി എടുത്തിട്ട് അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ തക്കാളി എടുത്തിട്ടും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എടുക്കുന്നത് ലെറ്റൂസിൻ്റെ ലീഫാണ് കേട്ടോ. പിന്നെ ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ചെറിയ ലീഫില്ലേ, അതൊന്ന് എടുക്കാൻ നോക്കുക. അതാകുമ്പോൾ കുറച്ച് ക്രഞ്ചിനെസ്സും പിന്നെ കുറച്ചൊന്ന് ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് ബർഗർ സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മയോണീസ് എടുത്തിട്ടുണ്ട്. മയോണീസിൻ്റെ നേരെ പകുതി കെച്ചപ്പ് കൂടി എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ 1/4 ടീസ്പൂൺ ഒറിഗാനോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. ഇതാ ബർഗർ സോസ് റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ആ ഒരു ബർഗർ ബന്ന് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അധികം കരിഞ്ഞു പോകണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതേപോലെ പാറ്റീസ് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലിൽ ചീസ് വെച്ച് കൊടുത്ത് ഒന്ന് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. ചീസൊന്ന് മെൽട്ടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെക്കാം. ബണ്ണിലേക്ക് ഞാൻ ബർഗർ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ വെജീസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയും അതേപോലെ ലെറ്റൂസിൻ്റെ ലീഫും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ഒരു പാറ്റീസും അതേപോലെ ചീസും ആയിട്ടുള്ള മെൽട്ടായിട്ടുള്ളത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം മുകൾ ഭാഗത്തുള്ള ബണ്ണിലേക്ക് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ബണ്ണിലേക്ക് എന്തായാലും ഒന്ന് സോസ് സ്പ്രെഡാക്കി കൊടുക്കണം, അല്ലെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ബർഗർ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബർഗർ റെഡി ആയിരിക്കുന്നു. ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി ഒന്നുകൂടി ടേസ്റ്റാന്ന് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും ഫ്രോസൺ അല്ല, അതിൻ്റെതായ ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും. നമ്മൾ ഫ്രഷ് ചിക്കൻ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അടിപൊളിയാണ്. താങ്ക് യു ഓൾ.